പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തുന്ന ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിലൂടെ സിപിഎം എന്ത് ദുരന്തമാണെന്ന് വീണ്ടും തെളിയിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ്. മോദി പ്രചരണത്തിനായി എത്തുന്ന ദിവസം വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക മാർച്ച് നടത്താനുള്ള സിപിഎം തീരുമാനത്തെ വിമർശിക്കുകയായിരുന്നു പി സി വിഷ്ണുനാഥ്. കർഷകർക്കറിയാം രാഹുൽ എന്തു ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയ വിഷ്ണുനാഥ് പിണറായി ഈ പ്രഹസനം നിർത്തണം എന്നാണ് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി സി വിഷ്ണുനാഥ് ഫേസ്ബുക്കിൽ എഴുതിയ ആ പോസ്റ്റ് വായിക്കാം. കർഷകർക്കറിയാം രാഹുൽ എന്ത് ചെയ്തെന്ന്, പിണറായി ഈ പ്രഹസനം നിർത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക മാർച്ച് നടത്തും എന്നാണ് CPM പറയുന്നത്. അതും നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്ന ദിവസം. എന്തൊരു ദുരന്തമാണ് ഈ പാർട്ടി എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് BJPക്ക് വോട്ട് ചെയ്തതെന്ന് ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ച് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലുള്ള ഈശ്വർചന്ദ് ശർമ്മ എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തത്. പിണറായി വിജയൻ അത് അറിഞ്ഞു കാണില്ല. കേരളത്തിൽ സർക്കാർ സൃഷ്ടിച്ച പ്രളയത്തിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കർഷകൻ പ്രളയ ദുരിതാശ്വാസത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകാൻ വേണ്ടി സ്വന്തം വൃക്ക നൽകിയിട്ടുണ്ടെന്ന് വീടിന് മുന്നിൽ ബോർഡ് എഴുതി വെച്ചത് പിണറായി വിജയന്റെ കേരളത്തിലാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 20-ലേറെ കർഷകരാണ് ഇടുക്കിയിലും വയനാട്ടിലും ഉൾപ്പെടെ ജീവനൊടുക്കിയത്. എന്നിട്ട് രാഹുലിനെതിരെ കർഷക മാർച്ച് നടത്തുമ്പോൾ CPM എത്തിപ്പെട്ട ദുരവസ്ഥയോർത്ത് സഹതാപം തോന്നുന്നു. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർഷക സമരങ്ങളുടെ തീച്ചൂളയിലേക്ക് ധൈര്യസമേതം ഇറങ്ങിച്ചെല്ലുകയും അവരുടെ ആവലാതികൾ കേൾക്കുകയും പരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്ത നേതാവിന്റെ പേര് മോദി എന്നല്ല, രാഹുൽ എന്നാണ്. ഭട്ടാബർസൂലിൽ കർഷകരുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് നൽകാൻ തീരുമാനിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രത്യക്ഷ സമരവുമായി അവിടെ എത്തിയതും അത് തടസ്സപ്പെടുത്തിയതും. നിയാമഗിരിയിലും ആദിവാസി ഭൂമി കുത്തകകൾക്ക് വിട്ടുകൊടുക്കാൻ നടത്തിയ ശ്രമം സമരം ചെയ്ത് ചെറുത്ത് തോൽപ്പിച്ച രാഹുലിന്റെ നേതൃത്വത്തിലാണ്. കേന്ദ്രത്തിൽ രാഹുലിന്റെ പാർട്ടി നേതൃത്വം നൽകുന്ന UPA സർക്കാർ കോർപ്പറേറ്റുകൾ കർഷക ഭൂമി ഏറ്റെടുക്കുന്നത് തടയാനുള്ള നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നു. ആ നിയമം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തിയത്. UPA സർക്കാർ 72,000 കോടി രൂപയുടെ കാർഷിക കടങ്ങളാണ് എഴുതിത്തള്ളിയതെന്ന് പിണറായി വിജയന് അറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കർഷക കുടുംബങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അത്താണിയായത്. 3ാം UPA സർക്കാർ അധികാരത്തിലേറിയാൽ പ്രതിവർഷം 72,000 രൂപ സാധാരണക്കാരായ കുടുംബത്തിന് ഉറപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തുന്ന നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. പാവപ്പെട്ടവനെ, കർഷകരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം കർണാടകയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് സർക്കാരുകളെ കൊണ്ട് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിച്ചു. പഞ്ചാബിലും കാർഷിക കടം എഴുതിത്തള്ളിച്ചു. എന്നാൽ കേന്ദ്രത്തിലെ മോദി സർക്കാർ കാർഷിക കടം എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ല. മറ്റ് സംസ്ഥാന സർക്കാരുകൾ ചെയ്തതുപോലെ കേരളത്തിൽ കാർഷിക കടം എഴുതിത്തള്ളാൻ പിണറായി സർക്കാരിന് തയ്യാറാകുന്നില്ല. പിന്നെ എന്തിനാണ് കർഷക മാർച്ച് എന്ന പ്രഹസന നാടകം? ഉത്തരേന്ത്യയിൽ കിസാൻ സഭയുടെ പങ്കാളിത്തത്തോടെ കർഷക മാർച്ച് നടന്നപ്പോൾ അത്തരമൊരു മാർച്ച് കേരളത്തിൽ സംഘടിപ്പിക്കാൻ തങ്ങളുടെ ആൾബലവും ശേഷിയും ഉപയോഗിക്കാത്തവരാണ് പിണറായിയുടെ കേരള പാർട്ടി ഘടകം. ഒരു കാര്യം CPMകാർ ഓർക്കുന്നത് നല്ലതാണ്. CPMനെന്തോ ബദൽ നയം ഉണ്ടെന്നാണ് ആളുകളെ പറ്റിക്കാൻ വലിയ വായിൽ വിളിച്ചുകൂവി നടക്കുന്നത്. 30 വർഷക്കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ CPMനെ 4ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയതിന് പ്രധാന കാരണം കർഷക രോഷമായിരുന്നു. നന്ദിഗ്രാമിലും സിംഗൂരിലും കർഷക ഭൂമി കോർപ്പറേറ്റുകൾക്ക് അവരുടെ ദല്ലാളന്മാരിൽ നിന്നുകൊണ്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിനോടുള്ള കർഷക പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞവരാണ് ബംഗാളിലെ പാർട്ടി നേതാക്കൾ. കേരളത്തിൽ ഉൾപ്പെടെ ഭൂമി കയ്യേറ്റക്കാർക്കും പാട്ടം നികത്തുന്നവർക്കും ഒത്താശ ചെയ്യുന്ന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും തീറ്റുപോറ്റുന്ന നിങ്ങൾക്ക് എന്ത് ബദൽ നയമാണുള്ളത്? ADB സായിപ്പന്മാരുടെ ശരീരത്തിൽ കരിയൂൽ ഒഴിച്ചതിനു ശേഷം 9.5% പലിശയ്ക്ക് മസാല ബോണ്ട് വാങ്ങിയ കേരളത്തെ കടക്കണിയിലാക്കുന്നതിന്റെ പേരാണോ ബദൽ നയം? ഈ പ്രഹസനങ്ങളിൽ നിന്നും പിന്തിരിയാൻ പിണറായിയും കോടിയേരിയും തയ്യാറാകണം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനുപരി കടബാധ്യതകളിൽ നിന്നും കർഷകരുടെ പൂർണ്ണമായ മോചനം ലക്ഷ്യമാക്കാൻ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രാഹുലിനെ അംഗീകരിച്ചില്ലെങ്കിലും അപമതിക്കരുത്, ജനം പൊറുക്കുകയില്ല. റാഫേൽ അഴിമതിയിലടക്കം നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ സമരം ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് സത്യസന്ധമായി ജനങ്ങളോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുക എന്നാണ് പി സി വിഷ്ണുനാഥ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.